ദൈവം എന്നെ മറന്നത് എന്താണ്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടാഞ്ഞത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ കൈവിടുന്ന സമയത്ത് ദൈവം കൂടെ എന്നെ കൈവിടുകയാണോ? ഇങ്ങനെ ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ആലോചന, നിങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ പോകുന്നു. ദൈവം എന്നെ ഓർത്തു, ദൈവം എൻ്റെ താഴ്ചയെ കടാക്ഷിച്ചു, എൻ്റെ ശൂന്യതകളെ ദൈവം മറന്നു, മാറ്റി. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്ന സമയം, അനർത്ഥം അനുഭവിച്ച, കഷ്ടത അനുഭവിച്ച സംവത്സരങ്ങളൊക്കെ ഇപ്പം ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറയുന്നൊരു ദിവസം ദൈവം മുൻപിൽ തരും. നിങ്ങളിത് കുറിച്ചിട്ടോണം. ആമേൻ. ദൈവം നിങ്ങളെ ഓർക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഓർക്കും. ആമേൻ. ദൈവം ഓർക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് മറവി ഉണ്ടായിട്ടല്ല, അതിനൊരു സമയമുണ്ട്. ദൈവം കടത്തിവിടുന്ന ചില പരിശോധനയുടെ കാലഘട്ടമുണ്ട്. ദൈവം നോഹയെയും അവനോടുകൂടെയുള്ള പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെ ഓർത്തു. ദൈവം മറന്നെന്നല്ലേ എൻ്റെ അർത്ഥം. അവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവരെ വിടുവിക്കേണ്ട സമയമായി എന്ന് ദൈവം കണ്ടു. അങ്ങനെയാണ് ഇന്ന് ദൈവം നിങ്ങളെ ഓർക്കുക എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ വിടുവിക്കുവാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 115 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം. ചോദ്യം ഇതാണ്. ആ സങ്കീർത്തനത്തിൻ്റെ തന്നെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അത് ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ പറയുകയാണ്. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ മറുപടി തരും. സംസാരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, ഈ ദൈവമാണ് എൻ്റെ ദൈവം. ഇത് പറഞ്ഞ ശേഷം 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുക, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, യഹോവ നമ്മെ അനുഗ്രഹിക്കും, യഹോവ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും, ഭക്തന്മാരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതെ പ്രിയമുള്ളവരെ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. നാം കടന്നു പോകുന്ന ശൂന്യതയുടെയും പരിശോധനയുടെയും കാലഘട്ടത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ഒത്തിരി മേഖലയിൽ നിന്ന് വരും. പക്ഷെ ഒരു മറുപടി നിങ്ങൾക്ക് അവസാനം ഉണ്ടായിരിക്കും, യഹോവ എന്നെ ഓർത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ദൈവം എവിടെ, എന്താ മറുപടി തരാത്തെന്നൊക്കെ ചോദിക്കുന്നവരുടെ നടുവിലും ഒരു മറുപടി ദൈവം തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ ഓർത്തിരിക്കുന്നു, യഹോവ നമ്മെ ഓർക്കുന്നു. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓർക്കും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സമയമാകുമ്പോൾ ദൈവം മറുപടി തരും. റാഹേൽ പറയുകയാണ്, ഈ മക്കളെ തരണം, ഞാൻ മരിച്ചു പോകും. ദൈവം റാഹേലിനെ ഓർത്തു. അവൾക്കൊരു തലമുറ ദൈവം കൊടുക്കുകയാണ്. എന്നെ ഓർക്കണം, എന്നെ മറക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകളിലും ദൈവം സമയമായപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 2 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയൊക്കെ ദൈവം ഓർത്തു, നിയമങ്ങളെ ഓർത്തു. ഇസ്രായേലിനത്തെ ഈജിപ്തിന്റെ അല്ലെങ്കിൽ മിസ്രൈം ദേശത്തിന്റെ അടിമത്തം ദൈവം വിടുവിക്കാൻ തീരുമാനിച്ചു. ദൈവം ഇറങ്ങി വന്നു, ദൈവം അറിഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഓർത്തു. ദൈവം ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിടുതലിന്റെ സമയമായെന്നാണ്. ഈ ദൂത് നിങ്ങളുടെ കാതുകളിൽ ദൈവം എത്തിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളുടെ പേരുള്ള വിടുതലിന്റെ സമയമായി എന്നുള്ളത് കൊണ്ടാണ് ഈ ദൂത് ഏൽപ്പിക്കുന്നത്. യഹോവ നിങ്ങളെ ഓർക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഓർക്കും. ദൈവം നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധിപ്പിക്കും. കഴിഞ്ഞ കാലങ്ങൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവികമായ ഭാവി ഈ മാസം തന്നെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിശാലമായ വഴികൾ തുറന്നു വരും. ദൈവം നിങ്ങളെ ഓർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 136 സങ്കീർത്തനത്തിന്റെ 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവരും നമ്മളെ മറക്കുന്നത് നമ്മുടെ താഴ്ചയിലാണ്. ഹല്ലേലൂയ. ഉയർച്ചയിൽ എല്ലാവരും അറിയും, വലിയ പബ്ലിസിറ്റി അല്ലേ, എല്ലാവരും ആഗ്രഹിക്കും ആരാധകരാകാനൊക്കെ. പക്ഷേ താഴ്ചയിലേക്ക് പോകുമ്പോൾ ആരും ഓർക്കാൻ നിൽക്കുകയല്ല. അതാണ് ലോകം. പക്ഷേ ആ സമയത്ത് നമ്മുടെ താഴ്ചയിൽ കൈവിടാതെ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഓർക്കും. ആമേൻ. സമയമാകുമ്പോൾ, ദൈവത്തിന്റെ വിടുതലിന്റെ സമയം ആകുമ്പോൾ ദൈവം ഓർക്കും. സമയത്ത് അവൻ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം ഇന്ന് നൽകുന്ന ദൂതിതാണ്, നിങ്ങളെ ദൈവം ഓർക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഓർക്കും. കണ്ണുനീരിനെ ദൈവം ഓർക്കും. ആമേൻ. ഹല്ലേലൂയ. കരയുന്ന അമ്മമാര്, കരയുന്ന പിതാക്കന്മാര്, സഹോദരങ്ങള്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഓർക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ മറുപടി വാതുക്കലുണ്ട്. ആമേൻ. ദൈവം നിങ്ങളെ ഓർക്കട്ടെ. ദൈവം നിങ്ങളെ കൊണ്ട് പ്രവർത്തിക്കട്ടെ.
ഈ ദിവസം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യട്ടെ. പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം തരട്ടെ. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കള് അവർ പലയിടങ്ങളിൽ പല ക്ലേശങ്ങളെ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് അവർ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്, ദൈവശബ്ദം കേൾക്കുകയാണ്. കർത്താവ് അവരെ ഓർക്കുന്ന ദിവസങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി വന്ന്, ദൈവം ഓർത്ത് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് മേഖലയിൽ അവർ കെട്ടപ്പെട്ടോ, എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടോ, അവിടെ കർത്താവിനെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഓർക്കുന്നതിനായി നന്ദി. കർത്താവെ, വിടുവിക്കുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ വരട്ടെ. ഇവിടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവികമായ കർത്താവെ വാതിലുകൾ ഉണ്ടാകട്ടെ, കർത്താവ് വഴികൾ ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവെ, അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് ഈ ആഴ്ചയിൽ ഒരു വിടുതൽ ആവശ്യമുള്ള ഓരോ പ്രാർത്ഥന വിഷയത്തിലും കർത്താവ് ഈ മക്കളെ ഓർക്കാൻ പോകുന്നതിനായി നന്ദി. രേഖകൾ അനുകൂലമായി എഴുതി കർത്താവ് നിന്റെ മക്കളുടെ കാര്യങ്ങളിൽ വരട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ മലക്കെ തുറക്കട്ടെ. കർത്താവെ, എക്സാമിനേഷന് വേണ്ടി കർത്താവ് നിന്റെ മക്കളുടെ ബുദ്ധിയെ തുറക്കണമേ. ഒരു വിജയത്തിന്റെ വാതിൽ തുറക്കണമേ. നിന്റെ മക്കളെ ഓർക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്യും. യാത്രകൾക്ക് വേണ്ടി കർത്താവെ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി, വിവാഹാവശ്യങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഈ മക്കളെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ.